നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പിഞ്ചുകുഞ്ഞ് കുളത്തിൽ വീണു മരിച്ചു. വാഗ കാക്കത്തിരുത്തിയിലെ ഫാമിലെ കുളത്തിൽ വീണാണ് 3 വയസ്സുകാരൻ മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശികളായ ജഗൻ ജായ് പ്രേമി ദമ്പതികളുടെ ഇളയ മകൻ ദീപേന്ദ്ര ഭഗനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കാക്കശ്ശേരി പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലുള്ള വീട്ടിലായിരുന്നു ജനംജായ് പ്രേമി ദമ്പതികളുടെ താമസം. വീടിന്റെ മുന്നിൽ മത്സ്യം വളർത്തുന്നതിനായി നിർമ്മിച്ച കുളത്തിലാണ് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കുട്ടി വീണത്. മാതാവ് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി കുളത്തിലേക്ക് ചാടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ നിലവിളി ശബ്ദം കേട്ടാണ് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയതെന്ന് സമീപവാസിയായ പൊന്നോത്ത് പരമൻ പറഞ്ഞു. ഓടിയെത്തി കുളത്തിലേക്ക് ചാടിയെങ്കിലും കുളത്തിന്റെ ആഴത്തെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുണ്ടായെന്നും പരമൻ വ്യക്തമാക്കി. പിന്നീട് അയൽവാസിയായ മൂക്കോല വിജീഷാണ് 3 ആൾ താഴ്ചയുള്ള കുളത്തിന്റെ ഇടതുവശത്തെ മൂലയിൽ നിന്ന് കുട്ടിയെ പുറത്തെടുത്തത്. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 1 മാസം മുൻപാണ് അതിഥി തൊഴിലാളി കുടുംബം ഇവിടേക്ക് ജോലിക്കായി എത്തിയത്. ഫാമിലെ ജോലിക്കൊപ്പം ഉടമയുടെ കാക്കശ്ശേരിയിലുള്ള വീട്ടുപറമ്പിലും ജനംജായ് ജോലി ചെയ്തു വരികയായിരുന്നു. ദമ്പതികളുടെ മൂത്ത 2 കുട്ടികൾ നാട്ടിലാണുള്ളത്. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വാഗ AKG നഗറിലുള്ള അമൃത അങ്കണവാടിയിലെ വിദ്യാർത്ഥിയായിരുന്നു ദീപേന്ദ്ര ഭഗൻ. സംഭവം നടക്കുമ്പോൾ ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്, 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അമ്മ വന്നിട്ട് പറയുന്നത് വീട്ടിലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓടി വന്ന് ഇതിൽ ചാടി മുങ്ങി നോക്കുമ്പോൾ ഒരു മര്യാദ ആഴുണ്ട്. എന്നിട്ട് അപ്പോഴൊന്നും ഇവിടെ അടുത്തുള്ളവരൊക്കെ ഓടി വന്ന് ചാടി അങ്ങനെ ഇറങ്ങി പിടിച്ചു. അതിലൊരൊറ്റ മുങ്ങലിൽ തന്നെ കിട്ടി. അങ്ങനെ എടുത്തിട്ട് പിന്നെ ആശുപത്രിയിൽ പോയി. ഇവിടെ ഞങ്ങൾ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ രക്ഷയില്ല. അങ്ങനെ ബൈക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഉണ്ടായത് 1 മാസമായി ഉണ്ടാവുള്ളൂ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്. അതിൻ്റെ അച്ഛനും അമ്മയും ഒരു കുട്ടി. അപ്പോൾ ഇവിടെയുള്ള ഈ പറമ്പിലെ കൃഷിപ്പണി കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നു. കേച്ചേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കേച്ചേരി പട്ടിക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പട്ടിക്കര സ്വദേശി ഊട്ടുമ്യത്തിൽ സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടിക്കര സ്വദേശി ചൂണ്ടപുരയ്ക്കൽ വീട്ടിൽ ജയചന്ദ്രനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത്. സംഭവത്തിൽ സുജിത്തിനെതിരെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. സംഭവ ദിവസമുണ്ടായ തർക്കത്തിനിടെ സുജിത്ത് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ജയചന്ദ്രനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കൈക്ക് സാരമായി പരിക്കേറ്റ ജയചന്ദ്രനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു. 4 മാസമായി അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 മാസം മുമ്പ് 3 തവണ ആന കുഴഞ്ഞു വീണിരുന്നു. സ്വയം എഴുന്നേറ്റു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടായിരുന്നു. നിരവധി ആരാധകരുള്ള ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ. കോട്ടയം ഈരാറ്റുപേട്ടയ്ക്ക് സമീപം തീക്കോയി പരവൻ പറമ്പിൽ വീടിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് അയ്യപ്പൻ. കേരളത്തിലുടനീളം 100 കണക്കിന് ഉത്സവങ്ങൾക്ക് നിറസാന്നിധ്യമായ ആന കൂടിയാണ്. ഗജരാജൻ, ഗജോത്തമൻ, ഗജരത്നം, കളഭകേസരി, തിരുവിതാംകൂർ ഗജശ്രേഷ്ഠൻ, ഐരാവത സമൻ തുടങ്ങിയ നിരവധി വിശേഷണങ്ങളും പട്ടങ്ങളും നേടിയ ആനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നമ്പഴിക്കാട് നവീകരിച്ച ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മണലൂർ MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യം ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,30,000 രൂപ ചെലവഴിച്ചാണ് ജനകീയാരോഗ്യ കേന്ദ്രം നവീകരിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ ശരത് രാമനുണ്ണി, PK അസീസ്, രാജീവ് വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചു നടത്തിയ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിന് ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ പുതിയ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു. 2025-28 കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സംഗമം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ്, ഇടവക കൈക്കാരൻ ജോൺസൺ C തോമസ്,
കേന്ദ്രസമിതി ഭാരവാഹികളായ EJ ജോഫി, CT ജെയിംസ്, CK ജോയ് എന്നിവർ സംസാരിച്ചു. അടുത്ത 3 വർഷത്തേക്കുള്ള പുതിയ കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി ഭാരവാഹികളായി CO ജെയ്സൺ കൺവീനർ, ഷേലറ്റ് ജോസഫ് സെക്രട്ടറി, MK വർഗീസ് ട്രഷറർ എന്നിവരുൾപ്പെടുന്ന 7-അംഗ സമിതിയെ തെരഞ്ഞെടുത്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സഹകരണ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 20-ന് സംഘടിപ്പിക്കുന്ന തൃശൂർ BSNL ഓഫീസ് മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ ചേർന്നു. കുന്നംകുളം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം സുഗു K. ഇട്ടിയേശൻ ഉദ്ഘാടനം ചെയ്തു. കോഓപ്പറേറ്റീവ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് KJ ബിജു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KS അനൂപ്, ട്രഷറർ KB ശാന്തിനി എന്നിവർ സംസാരിച്ചു. വേലൂർ ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ചലച്ചിത്ര പിന്നണി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും വേലൂർ സ്വദേശിനിയുമായ പുഷ്പവതിക്കെതിരെ ഉണ്ടായ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെയാണ് പ്രതിഷേധ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചത്. വേലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗവുമായ TK വാസു ഉദ്ഘാടനം ചെയ്തു. KV ജോസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയായി. നന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി കേച്ചേരി, സാംസ്കാരിക പ്രവർത്തകനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ PR മോഹനൻ, ജീവജ്വാല ക്രിയേറ്റീവ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ സംസാരിച്ചു. കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് രാജൻ വരവൂർ തൊഴിലുണർത്ത് പാടിയാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ചത്. അജിത് കൈലാസ്, അഖിലേഷ് തയ്യൂർ, അനുശ്രീ, രേഷ്മ, അതിഥി, പങ്കജ ടീച്ചർ എന്നിവർ പുഷ്പാവതി ആലപിച്ച പാട്ടുകൾ പാടി. ബിഞ്ചു ജേക്കബ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും പങ്കെടുക്കും എന്ന് പറയുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണം എന്ന് ബിഞ്ചു പറയുന്നു. അപ്പോൾ ഞാൻ ബിഞ്ചുവിനോട് തന്നെ പറഞ്ഞു, ഞാൻ പങ്കെടുക്കാമെന്നുള്ളത് നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരംഗമായി പങ്കെടുക്കുക എന്ന സന്തോഷത്തിലാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ പ്രസംഗിക്കുക എന്നതല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ ഇവിടെ പ്രസംഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേലൂരിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ, സംസാരിക്കുമ്പോൾ ആ കടമ്പകൾ ചാടിക്കടന്നിട്ട് വേണം ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ. അത് നേടിയെടുത്തവരെ മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നേടിയെടുത്തവരെല്ലാം പരിശീലനം ലഭിക്കാത്തതായതുകൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്ക് തന്നെ മാധ്യമങ്ങളിലൂടെ അത് ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇദ്ദേഹം ഈ പ്രസ്താവനയ്ക്ക് ശേഷം, ആ പ്രസ്താവന കഴിഞ്ഞ് പ്രസംഗം അവസാനിച്ചപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി സജി ചെറിയാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, ഇതൊന്നും അങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ ജനകീയ പ്രക്ഷോഭം ഉയരണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. ജില്ലാ കമ്മിറ്റി തൃശൂരിൽ നടത്തിയ റീകോൾ ബൂത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, RMP ജില്ലാ സെക്രട്ടറി PJ മോൺസി, വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G. പിഷാരടി, കോൺഗ്രസ് മാധ്യമ വക്താവ് അഡ്വക്കേറ്റ് VR അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷന് മുന്നിലൊരുക്കിയ റീകോൾ ബൂത്തിൽ ആയിരങ്ങൾ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി, സെക്രട്ടറിമാരായ സുലേഖ അസീസ്, സുഹൈബ് അലി തുടങ്ങിയവർ ബൂത്ത് പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി KU യദു ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക്. അഭിമാനത്തോടെ ഗ്രാമവും സ്കൂളും. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ നടന്ന 69ാമത് കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് അണ്ടർ 20 പുരുഷ വിഭാഗം പോൾ വോൾട്ടിൽ ചാലിശ്ശേരി GHSSലെ +2 വിദ്യാർത്ഥി KU യദുകൃഷ്ണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മാനിച്ച പോളിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 2023 മുളത്തണ്ട് ഉപയോഗിച്ച് കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച യദുവിന്റെ വാർത്ത മാധ്യമത്തിൽ വന്നപ്പോൾ MP സുരേഷ് ഗോപിയാണ് 1.14 ലക്ഷം രൂപ വില വരുന്ന 145 LB ഫൈബർ പോൾ സ്കൂളിന് സമ്മാനമായി നൽകിയത്. അതുപയോഗിച്ച് നടത്തിയ പരിശീലനത്തിലാണ് യദു കഴിഞ്ഞ വർഷം തൃത്താല ഉപജില്ലയിലും പാലക്കാട് ജില്ലാ കായികമേളയിലും 1ാം സ്ഥാനവും എറണാകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ 5ാം സ്ഥാനവും നേടിയത്.
സെപ്റ്റംബർ 9, 11 തീയതികളിൽ പുതുച്ചേരിയിൽ നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ യദുവിന് മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അധ്യാപകരും സ്കൂളും. എന്നാൽ ദേശീയ തലത്തിൽ മികച്ച പരിശീലനം നേടാൻ 150 LBയും 4.30 മീറ്റർ നീളമുള്ള കാർബൺ പോളും നിലവാരമുള്ള പോൾ വാൾട്ട് ബെഡും അടിയന്തിരമായി സ്കൂളിന് ആവശ്യമാണ്. സ്വന്തമായി പോൾ വാൾട്ട് സംവിധാനമൊന്നുമില്ലാത്ത സർക്കാർ സ്കൂളിൽ കോവിഡ് കാലത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നു ലഭിച്ച കിടക്കകൾ അടക്കിവെച്ചാണ് മൈതാനത്ത് മുളത്തണ്ടിൽ പരിശീലനം തുടങ്ങി കോക്കൂർ മടത്തിൽപ്പുറം കൂട്ടിയാട്ടിൽ ഉണ്ണികൃഷ്ണൻ ശാലിനി ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവനായ യദു ഉയരങ്ങളിലെത്താൻ സ്വപ്നം കണ്ടത്. 2023 കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിൽ വെറും 3 അടിയോളം നീളമുള്ള മുളത്തണ്ട് ഉപയോഗിച്ച് 2.80 മീറ്റർ ചാടി ആദ്യ 7-ൽ ഇടം നേടിയാണ് മുന്നോട്ടുള്ള പ്രയാണം. ചാലിശ്ശേരി സ്കൂളിലെ മുഹമ്മദ് നിഹാൻ, CT ഗായത്രി, TP ഹിത എന്നിവർ സംസ്ഥാനതല പോൾവാൾട്ട് താരങ്ങളാണ്. ഫുട്ബോൾ, വോളിബോൾ, ഖോ-ഖോ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ബോക്സിംഗ്, യോഗ, ചെസ്, കരാട്ടെ തുടങ്ങി നിരവധി ഇനങ്ങളിൽ സ്കൂളിൽ മികച്ച പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. കായിക അധ്യാപിക ഷക്കീല മുഹമ്മദ്, കോച്ച് ഉണ്ണികൃഷ്ണൻ, UP വിഭാഗം കോച്ച് ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യദുവിനും മറ്റു താരങ്ങൾക്കും പരിശീലനം നൽകുന്നത്. പാലക്കാട് വിമുക്തി മിഷന്റെ 25-26 ഉണർവ് പദ്ധതിയിൽ സ്കൂളിനായി 2.5 ലക്ഷം രൂപയുടെ കായികോപകരണങ്ങളുടെ പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ട്. മികച്ച പരിശീലനം നേടാൻ 150 LB കാർബൺ പോളും നിലവാരമുള്ള പോൾവാൾട്ട് ബെഡും കായികപ്രേമികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ കൈത്താങ്ങായി വരുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. സ്കൂൾ ഒന്നും കൂടി ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇനിയും കൂടുതൽ ഫെസിലിറ്റിയും കാര്യങ്ങളും വരണം. വന്നാലാണ് ഇനി കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് കയറി പോകാനും ഉയരങ്ങൾക്ക് പോകാനും ദൂരങ്ങൾക്ക് പോകാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ടീച്ചറുടെ മാക്സിമം ഷക്കീൽ ടീച്ചർ ചെയ്തിട്ടുണ്ട്. മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, അതിനും മേലെ എഫേർട്ട് എടുത്ത് ടീച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടീച്ചറുടെ ഒരു പവറിലാണ് ഇപ്പോൾ ഈ ഗെയിംസും സ്പോർട്സൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. അതിലൊരാൾ മാത്രമാണ് ഞാൻ. ടീച്ചർ തന്ന ഡ്യൂട്ടി ഞാൻ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്തു. കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യനായ നേതാവും ഉജ്ജ്വല സംഘാടകനുമായിരുന്ന P. കൃഷ്ണപിള്ളയുടെ 77ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മമ്മായി സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. KP രാജു, TN ലെനിൻ, TK ചന്ദ്രൻ, PV അശോകൻ, TK സംജിത്ത്, TD സുനിൽ, ശ്രീകുമാർ വാഗ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി കിടപ്പുരോഗി സന്ദർശനവും നടന്നു. ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതി CCC ഗുരുവായൂരിന്റെ 884ാമത് പ്രോഗ്രാം ബുധനാഴ്ച നടക്കും. വൈകിട്ട് 7-ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ തിരുവനന്തപുരം നവോദയയുടെ ചേലത്തുപറമ്പിലെ ചിലപ്പതികാരം സുകുമാരി എന്ന നാടകമാണ് അരങ്ങേറുക. ചരമം വാഗ ചീരോത്ത് രവീന്ദ്രൻ ഭാര്യ ചന്ദ്രിക നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടപ്പുറം ഞോളി റോഡ് റഹ്മാനിയ പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ കൊട്ടിലിങ്ങൽ കോയക്കുട്ടി മകൾ ICV നിര്യാതയായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഉപ്പാപ്പ പള്ളി ഖബർസ്ഥാനിൽ നടത്തും. റഹീം, അഷ്റഫ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.